ഇന്ന് ഞാൻ ടെറസിൽ കയറിയപ്പോഴാണ് ഇത് നേരത്തെ ഞാൻ വിളവെടുത്ത ഐറ്റംസാണ്. കശുമാങ്ങ, ചാമ്പ വലുത്, ചെറുത്, ഞൊട്ടാഞ്ഞൊടിയൻ, മാങ്ങ പഴുത്തൊക്കെ വീണാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചു. മാങ്ങയൊക്കെ പഴുത്ത് താഴെ വീഴുവാണ്. ഉണ്ടാവും, കിളി കുത്തിയിടുന്നുണ്ട്. ഇതിലൊക്കെ നിറച്ച മാങ്ങ ഉണ്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചാമ്പയാണ്, വയലറ്റ് പേരയാണ് ഇത് കാണുന്നത്. പേരൊക്കെ ഉണ്ടായി കിടക്കണം. കൂടാതെ ചാമ്പൊക്കെ ഉണ്ട്. ഇത് ചെറിയ ചാമ്പയാണ്. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നിങ്ങളെ അറിയിക്കാമെന്ന് വിചാരിച്ചു. തൊട്ടപ്പോൾ തന്നെ പറഞ്ഞ താഴെപ്പം ഇതൊക്കെ നിറച്ച് ചാമ്പൊക്കെ ഉണ്ടായി കിടക്കണം. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സാധാരണ ഇങ്ങനത്തെ ചാമ്പക്കൊക്കെ പുളി ഉണ്ടാവും. പക്ഷെ ഇതിന് പുളിയില്ല, മധുരമാണ്. അങ്ങനത്തെ ആ ഇനത്തിൽപ്പെട്ട ഒരു ചാമ്പക്കയാണിത്. ഇതൊക്കെ ചാമ്പക്ക ഉണ്ടായി കിടക്കണം. അതുപോലെ തന്നെ ഇന്ന് വിളവെടുത്തതിൽ മാങ്ങയുണ്ട്, കശുമാങ്ങ ഇത്തവണ കുറവാണ്. പൂത്തയും കണ്ട്. എന്നാലും ഒരു 3 എണ്ണം ഞാൻ ഇന്നലെ വിളവെടുത്തായിരുന്നു. അതുപോലെ തന്നെ ഞൊട്ടാഞ്ഞൊടിയൻ, ഇത് നമ്മുടെ ചീരയാണ്, പൊന്നാങ്കണ്ണി ചീര. പിന്നെ ഇതൊക്കെ തന്നെ മുളക്കുന്ന ചീരകളാണ്. പച്ചച്ചീര, അതുപോലെ ചുവന്ന ചീരയുണ്ട്. ഇത് സീറ്റമ്പഴം. ഞാൻ താഴെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തായിരുന്നു. അത് തന്നെ കമ്പ് കുത്തി മുളപ്പിച്ചൊരു ചാമ്പ മരമാണ്. പക്ഷെ ആ ഇനത്തിൽപ്പെട്ട ചാമ്പയാണ് താഴത്തുനിന്ന് പറിച്ചാണത്. അത് ഇതുമായിട്ട് വ്യത്യാസം കാണുന്നുണ്ട്. പക്ഷെ രണ്ടിനും പുഴുശല്യം ഇല്ല കേട്ടോ. നല്ല മധുരമാണ്, പുഴുവിൻ്റെ ശല്യം തീരില്ല. അങ്ങനത്തെ ഒരു ഇനത്തിൽപ്പെട്ട ചാമ്പ ഇനമാണ്. എനിക്ക് തോന്നുന്നത് അത് നിങ്ങൾ ചാമ്പയാണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ പരിചരണം പോലെ ഇരിക്കും. നമ്മൾ പുഴുശല്യമൊക്കെ ആദ്യമേ കാണുവാണെങ്കിൽ അതിനെയൊക്കെ നശിപ്പിക്കുകയാണെങ്കിൽ ഇതുപോലെ വിളവെടുക്കുന്ന സമയത്ത് ചാമ്പക്കയിൽ പുഴു ഉണ്ടാവില്ല. ചിലർ തൈ നടും, കുറേ വളവും ചെയ്യും. പിന്നെ ഇത് ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കുന്ന സമയത്തായിരിക്കും അതിൽ പുഴു. അപ്പോൾ അങ്ങനെയും പുഴുശല്യം ചാമ്പയിലാണെങ്കിലും എന്തിലാണെങ്കിലും ഉണ്ടാകും. അപ്പോൾ നമ്മളതിനെയൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുക. ദിവസവും ഇതിനെ പരിചരിക്കുന്ന പോലെ ഇരിക്കും അത് നമുക്ക് വിളവ് തരുന്നത്. അതുപോലെ ഞൊട്ടാഞ്ഞൊടിയാൻ, ഇത് ബുഷ് ഓറഞ്ചാണ്. ബുഷ് ഓറഞ്ച് കുറച്ച് അധികം വിളവെടുത്തായിരുന്നു. കുട്ടികൾ വന്ന് കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. എന്നാലും ഇപ്പോഴും ഉണ്ട്. ഇത് നമ്മുടെ എൻ്റെ പേര് പെട്ടെന്ന് മറന്നുവല്ലോ. മൾബറിയാണ്, നാടൻ മൾബറിയാണ്. ഇതാണ് ഞൊട്ടാഞ്ഞൊടിയൻ എന്ന് പറയുന്നത്. ധാരാളം ഫ്രൂട്ട്സ് ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഒരു നല്ല വിലയുള്ള ഫ്രൂട്ട്സാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ഫ്രൂട്ട്സാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
തൊലി ശരിക്കും ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കാവുള്ളൂ. ഇതാണ് അതിൻ്റെ ഫ്രൂട്ട്സ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ട്സാണ്. ഇത് താഴെ ഞാൻ ഡ്രമ്മിൽ വെച്ചിരിക്കുന്ന ഒരു മാവാണ്, മാങ്ങ ഉണ്ടാക്കി കിടക്കുന്ന കാണാം. പിന്നെ അടുത്തത് നമ്മുടെ മുന്തിരിപ്പേരാണ്. മുന്തിരിപ്പേര നമുക്ക് ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് ആ മുന്തിരിപ്പേര. ഇതിപ്പോൾ ഒരെണ്ണം മൂത്ത് വരുന്നുണ്ട്. കഴിച്ചു നോക്കാനാണെന്ന് അറിയില്ല. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട്സാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ട്സാണ് മുന്തിരിപ്പേര. മധുരവും നേരിയ ഒരു പുളിയും കലർന്ന ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതാണ്. ബൈ.